ക്ഷമ തലസ്ഥാനത്ത് ബോംബ് എറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ കണ്ണൂർ ഈയിടയ്ക്ക് ബോംബ് പൊട്ടി ഒരു വയോധികം മരിച്ചൊരു വാർത്ത കേട്ടതാണ്. അപ്പോൾ തലസ്ഥാനത്ത് നടുക്കിക്കൊണ്ട് തുമ്പ സ്റ്റേഷൻ കടവിന് സമീപം ബോംബ് എറിഞ്ഞിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഗുണ്ടകൾ തമ്മിലുള്ള ഫൈറ്റാണെന്നാണ് പറയുന്നത്. ഈ 3 വർഷം മുമ്പ് നടന്ന ബോംബ് ആക്രമണത്തിൻ്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയി ബോംബ് എറിഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഓപ്പറേഷൻ ആഗെന്ന് പറഞ്ഞ പല സാധനങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ സർക്കാർ തന്നെ നടത്തുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തലസ്ഥാനത്ത് ഈ ഗുണ്ടകൾ ഇങ്ങനെ വിളയാടി തുടങ്ങിയിട്ട് 1-2 ദിവസമല്ല, കുറേ ദിവസങ്ങളായിട്ട് ഗുണ്ടകൾ വിളയാടുകയാണ്. പല ആൾക്കാരെയും ഇപ്പോൾ ഒരു പാസ്റ്ററെ കയറി വെട്ടിയെന്ന് കേൾക്കുന്നു. അതിനുശേഷം റോഡിൽ നടന്നു പോകുന്ന ജനങ്ങളെ വരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഇതിനെന്താണ് ഒരു പോംവഴി എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബോംബ് എറിഞ്ഞു എന്ന് കേൾക്കുന്നു. ഇതെന്താ ഈ ബോംബ് എന്ന് പറഞ്ഞ് ഇവർ എറിഞ്ഞത്? ഇവരുണ്ടാക്കുന്ന സാധനമാണോ, നാടൻ ബോംബാണോ, എന്താണ് ഈ സാധനം? ഇതെങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്? ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടും, റോ മെറ്റീരിയൽസ്? അവർ ഉണ്ടാക്കുന്ന സാധനമാണിത്, നാടൻ ബോംബാണ്. ഇത് നമ്മുടെ ഈ കല്ലിൻ്റെ ചീളുകൾ, പിന്നെ അതായത് പാറയുണ്ടല്ലോ, പാറയുടെ അകത്തെ ചീളുകൾ, വെടിമരുന്ന്, കുപ്പിച്ചില്ല്, അതുപോലെ തന്നെ ഈ ആണിയുണ്ടല്ലോ, ഈ മുള്ളാണികൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ ടൈറ്റായിട്ട് കെട്ടി എറിയുന്നതാണ്. ഇത് എറിഞ്ഞ് ഇത് എവിടെയെങ്കിലും ചെന്ന് തട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പാർക്ക് ഉണ്ടാകും. ഈ വെടിമരുന്നിന്റെ തീ പിടിക്കും, ഇത് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് നാടൻ ബോംബിന്റെ ആള് മരിക്കും. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം, പല രീതിയിൽ ഉണ്ടാക്കുന്നത്. വീര്യം കുറഞ്ഞ ബോംബുണ്ട്. വീര്യം കുറഞ്ഞതുകൊണ്ട്, വീര്യം കൂടിയതുകൊണ്ട്. വെടിമരുന്നിന്റെ അളവിനനുസരിച്ച് ഇതിന്റെ പിന്നെ വീര്യം കൂടും. വെടിമരുന്നിനും സ്ഫോടകശേഷിയുള്ള വേറെ വസ്തുക്കൾ പല വസ്തുക്കൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഈ സാധാരണ അളവ് കുറഞ്ഞ സാധനത്തിന് തോട്ട പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തോട്ട പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ ഇവർ ഉപയോഗിച്ച വളരെ വീര്യം കൂടിയ സാധനമാണ്. കൊല്ലുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതിന്റെ കഥ, ഇവരുടെ ഗുണ്ടാപ്പക തുടങ്ങുന്നത് 2022 പോകണം. 3 വർഷം എന്ന് പറയുമ്പം 3 വർഷം അവർ 21 കണക്കൂട്ടിയിട്ടായിരിക്കും പറയുന്നത്. 22 സംഭവം ഉണ്ടാകുന്നത്. 2022 നമ്മുടെ ഈ തുമ്പയിൽ പാർവതി പുത്തനാറിന്റെ അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് ലിയോണി ജോൺസൺ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുണ്ടായിരുന്നു. ഇയാൾ അകത്തായിപ്പോയി. ഇയാൾ ഇവിടെ പൂജപ്പുര കിടപ്പുണ്ട്. ലിയോണി ജോൺസൺ. ലിയോണിയുടെ കയ്യാളുകളാണ് ഇപ്പോൾ ഈ പരിക്കേറ്റ അഖിലും അതുപോലെ തന്നെ ഇപ്പോൾ എറിഞ്ഞു എന്ന് പറയുന്ന സുനിലും. ഇവർ രണ്ടുപേരും ലിയോണി ജോൺസന്റെ ആൾക്കാരായിരുന്നു. ലിയോണി ജോൺസൺ ഇവിടുത്തെ ലഹരി കച്ചവടക്കാരനായിരുന്നു. വലിയ MDMA ഒക്കെ വലിയ തോതിലുള്ള കച്ചവടം ഇവർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ലിയോണിയും സുനിലും അഖിലും ഇതിൻ്റെ കൂടെ നിന്നു. പിന്നീട് ലിയോണിയും സുനിലും തമ്മിൽ തെറ്റി. സുനിലുമായിട്ട് ലിയോണി പ്രശ്നമുണ്ടായി, തെറ്റി സുനിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. നന്നാവാൻ തീരുമാനിച്ചു, ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സുനിലും രാജു എന്ന് പറയുന്ന തുമ്പ സ്വദേശിക്കൊപ്പം ഗൾഫിൽ പോകാനാണ് തീരുമാനിച്ചത്, വിദേശത്തേക്ക് പോകാൻ. രാജു സ്വന്തം കുടുംബം അടക്കം ഇവിടുന്ന് പോകാനാണ് തീരുമാനിച്ചത്. കുടുംബത്തെയും അങ്ങ് വിദേശത്തേക്ക് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് മാറാൻ വേണ്ടി രാജുവും തീരുമാനിച്ചു. അപ്പോൾ സുനിലും പോകാൻ തീരുമാനിച്ചു. ഇവരിത് പാർവതി പുത്തനാറിന്റെ തീരത്ത് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കെ 2022 അവിടെ എത്തിയ സുനിലും അഖിലും ചേർന്ന് പിന്നെ സുനിലിന് നേരെ ലിയോണിയും അഖിലും ചേർന്ന് സുനിലിന് നേരെ നാടൻ ബോംബ് എറിഞ്ഞു. ഇതേ ബോംബ് അന്ന് എറിഞ്ഞു. അന്ന് സുനിൽ മാറിക്കളഞ്ഞു. രാജുവിന്റെ കാലിൽ വീണത് പൊട്ടി. രാജുവിന്റെ വലത് കാല് തകർന്നു. പിന്നെ ദീർഘകാലം അയാൾ കിടപ്പിലായിരുന്നു. പോയില്ല. ദീർഘകാലം അവിടെ കിടപ്പിലായി. സുനിൽ ഇതിന് ശേഷം സ്ഥലം വിട്ടു. ദുബായിക്ക് ഗൾഫിലേക്ക് പോയി കളഞ്ഞു. ദുബായ് ആണോ എന്ന് എനിക്ക് കൺഫേം അല്ല. ഗൾഫിലേക്ക് പോയി കളഞ്ഞു, വിദേശ രാജ്യത്തേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ സുനില് തിരിച്ചെത്തുന്നത്. ഇതിനിടയ്ക്ക് അഖില് കാപ്പയ്ക്കകത്ത് അകത്തുപോയി. ലിയോണിയും പോയി, അഖിലും കാപ്പയ്ക്കകത്ത് അകത്തുപോയി. ലിയോണി പോകുന്ന ലഹരി കച്ചവടത്തിലും അഖില് കാപ്പയിലുമാണ് അകത്ത് പോകുന്നത്. അഖിലിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഇപ്പോൾ അഖിൽ ഇറങ്ങിയ ശേഷം പിന്നെ ഇവരുടെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ, രണ്ട് കൂട്ടരും തമ്മിൽ നിരന്തരമായിട്ട് ഈ സോഷ്യൽ മീഡിയ, പണ്ടൊക്കെ തിരുവനന്തപുരത്തെ ഗുണ്ടകൾ നേരിട്ടായിരുന്നു വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ റീൽ ഇടുക, ഇൻസ്റ്റയിൽ റീൽ ഇടുക. അതായത് ശക്തി പ്രകടനം. ഇവരുടെ കൂടെ കുറെ പിള്ളേരും ഉണ്ട്. കൊച്ചു വളർന്നു വരുന്ന കുട്ടിഗുണ്ടകൾ. ഇവർക്കിടെ പ്രായമാണ് ഏറ്റവും വലിയ പ്രശ്നം. 15, 16, 17, 18 ഇങ്ങനെയുള്ള പ്രായത്തിലുള്ള പിള്ളേരാണ്. ഇത് കണ്ടിട്ട് ആവേശം കയറിയിട്ട് പിന്നെ ഇവർ ഈ ഗുണ്ടകൾക്കൊപ്പം ഈ റീലിനകത്ത് ചെന്ന് കയറി കൊടുക്കുക. റീലിനകത്ത് ചെന്ന് കയറി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽ കയറുന്നതോടുകൂടി തന്നെ സ്പെഷ്യൽറാഞ്ചിന്റെ നോട്ട ഇവരിൽ വരും. സ്പെഷ്യൽറാഞ്ചിന്റെ നോട്ടത്തിൽ വരും. സ്പെഷ്യൽറാഞ്ച് എന്ന് വെച്ചാൽ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം. അവരുടെ നോട്ടത്തിൽ ഈ കുട്ടി ഗുണ്ടകളും ഇതിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം അതായത് ഏതെങ്കിലും ഒരു
വ്യക്തിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഇപ്പോൾ ഉദാഹരണം ലിയോണി ആണെന്ന് കരുതുക, ലിയോണിയെ ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് കരുതുക, ചത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു പട്ടി, ചത്ത് കിടക്കുന്ന പട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അതിനെ ലിയോണിയായിട്ട് ഇവര് ഇൻസ്റ്റയിൽ കാണിക്കുക, എന്നിട്ട് അതിനെ ചവിട്ടുക, കുത്തുക, എടുത്ത് തുപ്പുക, ഇങ്ങനെയൊക്കെയുള്ള പ്രൊവോക്കേഷൻ ഇവർ ഉണ്ടാക്കുക. മറ്റവരും അതേപോലെ തന്നെ തിരിച്ച് സുനിൽ എന്ന് പറയുന്ന ഒരു പേടിത്തൊണ്ടൻ, ഓടി രക്ഷപ്പെട്ടവൻ, ഗൾഫിലേക്ക് ഓടി രക്ഷപ്പെട്ട് ഇവിടുത്തെ ഭയം മൂലം ലിയോണിയെ പേടിച്ച് ഓടിയവൻ എന്ന രീതിയിലുള്ള ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് ഇത് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് പക്ഷേ കൃത്യമായിട്ടൊരു ആക്ഷൻ എടുത്തില്ല. അതിന്റെ ഫലമാണ് ഇന്നലെ ഉച്ചയ്ക്ക് 11:45 ശാന്തി നഗറിലാണ് ഇത് എറിയുന്നത്. സുനിൽ തിരിച്ചു വന്നു. സുനിലിന് തിരിച്ചു വന്നപ്പോ ഈ സുനിലിനോട് ഇവർക്ക് എന്താ പകയുണ്ടാവാൻ എന്താ കാരണം? അത് പറഞ്ഞില്ലേ? ഇത് ദീർഘകാലമായിട്ട്, അതായത് എറിഞ്ഞ് കാല് പോയതാണ്. ഈ കാല് പോയി, ഈ രാജുവിന്റെ കാല് പോയി. അപ്പൊ അഖിലും ലിയോണിയും പിന്നെ ജയിലിലേക്ക് പോയി. ഇതിനുശേഷം ഈ ഇയാളെ, അതായത് ലിയോണിയെ ജയിലിൽ അടയ്ക്കാനുള്ള ഒറ്റ കൊടുത്തത് സുനിലാണ്. ലിയോണിയുടെ ലഹരി കച്ചവടം മൊത്തം പൊളിച്ചത് സുനിലാണ്. അതാണ് പോയിന്റ്. അതാണ് ഇവരുടെ ശത്രുത. ലിയോണിയെ പല ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റ കൊടുത്തു. ലിയോണിയുടെ കച്ചവടങ്ങൾ മൊത്തം സ്വാഭാവികമായിട്ട് തിരിച്ചെത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തിരിച്ചെത്തി കാത്തിരുന്ന സുനിൽ ഗൾഫിൽ പോയിട്ട് എന്ത് പണിയാണ് ചെയ്തതെന്ന് അതൊന്നും നമുക്കറിയില്ല. അതിന് സുനിലോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും, നിങ്ങൾ എന്ത് ജോലി ചെയ്തു എന്നുള്ളത്. അല്ല, അയാൾ അവിടെ ഇരുന്ന് ഒറ്റ കൊടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, മാനമര്യാദയ്ക്ക് ജീവിക്കാനാണ് പോയതെങ്കിൽ അയാൾ സ്വന്തം കാര്യം നോക്കി അവിടെ ജീവിക്കുമല്ലോ. അല്ല, ഇവിടെ ഇതിന്റെ ഒരു വലിയ കാര്യം, ഈ പോലീസുമായിട്ട് ഇവർക്ക് വലിയ കണക്ഷനുണ്ട്. ഈ ഗുണ്ടകൾക്കെല്ലാം പോലീസുമായിട്ട് കണക്ഷനുണ്ട്. ഞാൻ ഒരിക്കൽ ധനുഷിനോട് സംസാരിച്ചപ്പോൾ മംഗലപുരം സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗുണ്ടയുടെ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ഗുണ്ട ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ആ ഗുണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഗുണ്ട ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ചേട്ടനെ എടുത്ത് കിണറ്റിയിട്ടാളാ. ആ ഗുണ്ട പേഴ്സണൽ സെക്രട്ടറിയുടെ ചേട്ടനെ എടുത്ത് കിണറ്റിയിട്ടാളാ. അപ്പൊ അയാളുടെ വണ്ടിയാണ് ഇദ്ദേഹം ഈ മാന്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്റ്റേഷനിലെ 31 പോലീസുകാരെയും പിന്നെ സ്ഥലം മാറ്റേണ്ടി വന്നു, ഇവിടുത്തെ SP ക്ക്, റൂറൽ SP ക്ക്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വന്ന് ഇന്നലെ 11:45 ഇത് എറിയുന്നത്. അത് നെഹ്റു ജംഗ്ഷനിൽ, തുമ്പയിലെ നെഹ്റു ജംഗ്ഷനിൽ ശാന്തി നഗർ എന്ന് പറഞ്ഞ സ്ഥലം. അത് വളരെ, ശാന്തി നഗർ എന്നുള്ള പേര് പോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇന്നലെ ഒരു അടക്കം നടക്കുമായിരുന്നു. സുരേഷ് എന്നുള്ള ഒരാള് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചുകൊണ്ട് മരണപ്പെട്ടു. അയാളുടെ അടക്കം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ വിവേകും ഉണ്ടായിരുന്നു, പിന്നെ ഈ അഖിലും ഉണ്ടായിരുന്നു. അഖിലും അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട്, പുതിയ ക്യാരക്ടറാണ് ഈ അഖിലിന്റെ ഒരു കൂട്ടാളിയാണ് വിവേക്. അപ്പൊ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് ഇവിടെ ബൈക്കിൽ എത്തിയിട്ട് ഇത് എറിഞ്ഞു കൊടുക്കുന്നത്. എറിഞ്ഞു കൊടുക്കുമ്പോൾ അഖില് ഇത് എറിയുന്ന കണ്ടപ്പോൾ ഇവൻ ഇത് ഉപയോഗിച്ച് ശീലമാണ്. അഖിലിന് നേരെ എറിഞ്ഞത്. സുനിൽ എറിഞ്ഞത് പുറത്തു നിന്നുള്ള 4 പേരാണ് എറിഞ്ഞത്. അതിൽ സുനിലാണ് എറിഞ്ഞതെന്നാണ് അഖിൽ പറയുന്നത്. പക്ഷെ അതിൽ വ്യക്തമല്ല ദൃശ്യത്തിൽ. ഇപ്പൊ ഒരാളെ പിടിച്ചിട്ടുണ്ട് പോലീസ്. ഈ നമ്മൾ ഈ പറഞ്ഞ കഥയിലൊന്നും ഇല്ലാത്ത പേരില്ലാത്ത ഒരാൾ ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ സുനിൽ എപ്പോഴാണ് ഇതിനകത്തോട്ട് കയറി വരുന്നത്? ഞാൻ വിചാരിച്ചിരിക്കുന്നത് സുനിൽ ഒറ്റ കൊടുത്തതിന്റെ പകയിൽ സുനിൽ തിരിച്ചെത്താൻ കാത്തിരുന്ന് സുനിലിന് നേരെ ഇവർ ഇറങ്ങിയതായിരിക്കും ഞാൻ വിചാരിക്കും. അല്ലല്ല, സുനിൽ വന്നതിന് ശേഷമാണ് ഇവര് തമ്മിലുള്ള ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഭീഷണി, സോഷ്യൽ മീഡിയ വഴിയുള്ള ഭീഷണി വളരെ വ്യാപകമായിട്ട്. ഒരാളെ അടിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു ഗുണ്ടയെ അപമാനിക്കുക. സത്യം, ഗുണ്ടയെ അപമാനിക്കുക എന്ന് പറയുന്നത്, ഗുണ്ടയെ നിങ്ങൾ ചെന്ന് ഇപ്പം ധനുഷ് എന്നൊരു ഗുണ്ടയെ, തിരുവനന്തപുരം സിറ്റിയിലെ ഗുണ്ടയെ 2 അടി അടിച്ച് അവനത് ചിലപ്പോൾ കുറച്ച് 2 ദിവസം കഴിഞ്ഞ് ധനുഷ് അവനെ ഇത്തിരി കള്ളു അടിച്ചു കൊടുത്ത് അവനത് ക്ഷമിക്കും. പക്ഷേ ഗുണ്ടയെ, അവന്റെ വ്യക്തിത്വത്തെ, അവൻ ഭീതി പരത്തിയാണ് ഇവിടെ ജീവിക്കുന്നത്. അവന്റെ ആ ഭീതിയെ അവൻ വെറും മണ്ടനാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവനത് ക്ഷമിക്കത്തില്ല. അപ്പൊ അവനെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇവനെ അപമാനിച്ചു. അപ്പൊ അതിന്റെ പകയിലാണ് ഇവന്റെ സംഘം ഇന്നലെ 11:45 ശാന്തി നഗറിൽ വെച്ചിട്ട് എറിയുന്നത്. എറിഞ്ഞപ്പോ ഈ അഖിലിന് ഇത് കൈകാര്യം ചെയ്ത് ശീലമുള്ളത് കൊണ്ട് ഇവൻ കൈവച്ച് ഇത് തടഞ്ഞു. അവന്റെ വലത് കൈക്കിൽ ഇത് തട്ടിയാണ് ഇത് പൊട്ടുന്നത്. അങ്ങനെ വലത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആ പരിക്ക് പറയാൻ പറ്റില്ല. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ നിന്ന് തെറിച്ച ആണിയും കുപ്പിച്ചില്ലുമാണ് വിവേകിനെ പരിക്കേൽപ്പിച്ചത്. ഈ അഖിൽ ഓടി ഈ പറയുന്ന സംസ്കാര ചടങ്ങ് നടക്കുന്ന സുരേഷിന്റെ വീട്ടിന്റെ അകത്ത് കയറി. അതിന്റെ പിൻവശത്തൂടെ ഓടി മതിൽ ചാടി വെളിയിൽ വീണു. പിന്നെ പോലീസ് വന്നിട്ടാണ് ഇവർ രണ്ടുപേരും ആശുപത്രി കൊണ്ടുപോകുന്നത്. ഈ അപ്പോഴത്തേക്ക് ഈ 2 ബൈക്കിലായിട്ട് 4 പേരാണ് വരുന്നത്. ഇതിൽ ആദ്യം വന്ന വണ്ടിയിൽ വന്നവരാണ് ഇത് എറിയുന്നത്, എറിഞ്ഞു പൊട്ടിച്ചിട്ട് പോയത്. പുറകെ വന്ന വണ്ടിയിലുള്ളവർ ഇവന്മാർ ഓടിയത് കൊണ്ട് അമറയിലും ഉണ്ടായിരുന്നു. ഇതിനുശേഷം കിൻഫ്രയുടെ അടുത്ത് ഒരു വീട്ടിൽ പോലീസ് വലിയ പരിശോധന നടത്തി. അവിടെ നിന്ന് 4 ബോംബ് കിട്ടിയ ഒരു വടിവാളും കിട്ടിയിട്ടുണ്ട് പോലീസിന്. ഇപ്പോൾ ഒരാളാണ് കസ്റ്റഡിയിലുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ നടന്നുകൊണ്ട് സുനിലാണ് എറിഞ്ഞതെന്നാണ് മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇയാൾ ഉള്ളത്. അല്ല, അഖില്. സുനിൽ ഒളിവിലാണ്. ആണ് സുനിലായിരിക്കും. ഇവരുടെ 2 ഗ്യാങ് തമ്മിലാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയിലും ഇവിടുത്തെ ഓരോ മേഖലയിലും ഓരോ ഗ്യാങ് ഉണ്ട്. ഈ ഗ്യാങ്ങുകൾ തമ്മിലുള്ള വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ഈ തലസ്ഥാനത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. അതായത്
2021 ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടാ ആക്രമണം നടക്കുന്നത്. 2021 ഈ സിറ്റിയിൽ അന്ന് മാത്രം ഏതാണ്ട് ആ ഒരു 2 മാസം നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് 20 അറ്റാക്കുകളാണ് നടന്നത്. 20 അറ്റാക്കുകൾ നടന്നത്. ആ സമയത്താണ് നമ്മുടെ മറ്റേ പോത്തങ്കോട് സുധീഷിനെ, അത് വിഷ്വല് ധനുഷ് കണ്ടു കാണും. പോത്തങ്കോട് ഡിസംബർ 11 സുധീഷിന്റെ കാല് വെട്ടി എറിഞ്ഞു, കൊന്നിട്ട് കാല് വെട്ടിക്കൊണ്ട് വന്നിട്ട് കണ്ടായിരുന്നു. വലിയ വാർത്തയായിരുന്നു. റോഡിൽ ഇങ്ങനെ ആ വണ്ടി ബൈക്കിൽ പോകുന്ന കൂട്ടത്തില് ചവറെറിയുന്നത് പോലെയാണ്. ഒരു കാല് കൊന്നു കഴിഞ്ഞിട്ട് ഒരു ഇടത് കാല് വെട്ടിക്കൊണ്ട് വന്ന് ബൈക്ക് കൊണ്ടുവന്നിട്ട് എറിഞ്ഞിട്ട് പോയി. അത് ആ സംഭവത്തിലാണ് ഒട്ടകം രാജേഷ് ഉൾപ്പെട്ട കേസ്. പിന്നെ ഒട്ടകം രാജേഷിനെ പിടിക്കാൻ വന്ന പോലീസുകാരനാണെന്ന് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. ഏതാ നമ്മുടെ ആ വള്ളം മുങ്ങി കായലി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടു പോയി ഈ സംഭവത്തിൽ. ഇതിന്റെ എല്ലാം ഇത് വളർത്തിവിട്ട് ആരാന്നറിയുമോ? ഇത് തുടക്കി വെച്ചു കൊടുത്തത് ഇത് തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഇത് റൂറലിൽ നിന്നാണ് വന്ന് കയറുന്നത്. അതായത് പോലീസ് ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം 2ആണ്. തിരുവനന്തപുരം സിറ്റി പോലീസും തിരുവനന്തപുരം റൂറലും പോലീസ് ജില്ല 2ആണ്. ഈ മംഗലപുരം പോത്തൻകോട് ഭാഗത്തു നിന്നാണ് ഇവന്മാർ കേന്ദ്രീകരിക്കുന്നത്. ഇവന്മാരെ പോലീസ് ഈ ജില്ല കടത്തുക എന്ന് പറയുന്നത് പോലീസ് ജില്ലയാണ് മിക്കവാറും കടത്താറുള്ളത്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ജില്ല കടത്തിവിടും, അങ്ങനെയാണ് കടത്തിവിടാറുള്ളത്. ഇവന്മാരെ മിക്കവാറും ഒക്കെ അങ്ങനെയാണ് കടത്തിവിടുന്നത് ഇവന്മാരെ. അപ്പൊ ഇവന്മാർ റൂറലിലാണ് കേന്ദ്രീകരിച്ചിട്ട് ഇവന്മാർ നിന്നിട്ടാണ് ഈ സിറ്റിയിൽ ഇവന്മാർ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സുധീഷിന്റെ കൊലപാതകം നടക്കുന്നത്. സുധീഷിനെ അവന്മാർ വെട്ടിയിട്ട് കാല് വെട്ടിക്കൊണ്ടുവന്ന് റോഡി എറിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇവന്മാരെ പിടിക്കാൻ പോയത് ഇതിനകത്ത് ഒട്ടകൻ രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തത്. അവനെ പിടിക്കാൻ പോയപ്പോൾ കായലിൽ മുങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുന്നു. ഇവിടുത്തെ ഈ സംഭവങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുത്ത് ആരാന്നറിയാമോ? ഇവിടുത്തെ ഒരു പഴയ ഡിവൈഎസ്പി വിജയകുമാർ. അയാൾ ആരായിരുന്നെന്ന് അറിയാമോ? ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി ആയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണെന്ന് മനസ്സിലായോ? രഹസ്യ പോലീസ്. അതായത് പോലീസുകാര് ഗുണ്ടകൾക്കോ മാഫിയ സംഘങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ കുറ്റകൃത്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണ്ടാ സംഘങ്ങൾ രഹസ്യമായി ഇത്തരത്തിലൊരു സംഭവം ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇടപെടേണ്ട ആളാണ്, അതിന് നേതൃത്വം നൽകേണ്ട ആള്. യഥാർത്ഥത്തിൽ ഒരു റൂറൽ SP-യേക്കാൾ പവർ ഉണ്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSPക്ക്. SP-യേക്കാൾ താഴെയാണ് ഇയാൾ ഇരിക്കുന്നതെങ്കിലും ഇയാൾക്ക് അതിന്റെ ഇരട്ടി പവറാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ രഹസ്യ പോലീസിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയാമോ? 2021 ഇവിടുത്തെ ഗുണ്ടാ പാർട്ടിയിൽ ഇദ്ദേഹം പങ്കെടുത്തു. അടിപൊളി. ഗുണ്ടാ സംഘങ്ങളുടെ പാർട്ടിയിൽ ഇദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹമാണ് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ മുഴുവൻ പേർക്കും. മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. 32 പോലീസുകാരിൽ 31 പേരും അവിടുത്തെ ഗുണ്ടകൾക്കൊപ്പമാണ്. ഒരു SHO അടക്കം 5 പേരെ അവിടെ നിന്ന് എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. ബാക്കി ഉള്ളവരെ മുഴുവൻ അവിടെ നിന്ന് സ്ഥലം മാറ്റേണ്ടി വന്നു. ഇവിടുത്തെ പോലീസ് ഇതിനു വേണ്ടി നിൽക്കുന്നു. ഈ സിറ്റിയിലും റൂറലിലുമായിട്ട് നിൽക്കുന്ന പോലീസുകാർക്ക് ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങളുമായി നല്ല ബന്ധമുണ്ട്. പേടിച്ചിട്ടൊന്നുമില്ല. ഇവന്മാർക്ക് പൈസ വരുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് മാഫിയ എന്തു ധനുഷ് എന്താ വിചാരിക്കുന്നത്? കൊച്ചി വളരുന്നു. ഇപ്പൊ കൊച്ചി വളർന്നു, കൊച്ചി ഒരു മെട്രോ സിറ്റിയായി മാറിക്കഴിഞ്ഞു. അടുത്ത ആരാണ്? അടുത്ത മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. കോഴിക്കോടല്ല, തിരുവനന്തപുരമാണ്. ഇവിടുത്തെ കച്ചവടം മുഴുവൻ നടന്നുകൊണ്ടിരിക്കണം. വലിയ ഭൂമി കച്ചവടം നടക്കുന്നു. ഭൂമി തരംതിരിച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു. മറ്റേ പഴയ നെൽവയൽ നികത്തൽ നിയമം 2008 മുമ്പുള്ള ഭൂമി നികത്താമെന്നുള്ള 2008 മുമ്പുള്ളതെല്ലാം ഇത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ മറവിൽ എന്ത് വ്യാപകമായിട്ടുള്ള നികത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 തെങ്ങ് കൊണ്ടുവെക്കുക. തെങ്ങ് കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഇവിടുത്തെ കണ്ടൽക്കാട് എന്താ പറയാ വെറ്റ്ലാൻഡ് തണ്ണീർത്തടം മൊത്തം നികത്തി വിറ്റുകൊണ്ടിരിക്കുക. വ്യാപകമായി വിറ്റുകൊണ്ടിരിക്കുക തിരുവനന്തപുരത്ത്. ഇത് അതിന്റെ ഏർപ്പാട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത് പോയിട്ട്? അതായത് തണ്ണീർത്തടം നികത്തുമ്പോൾ ഇവിടുത്തെ കമ്മിറ്റി എങ്ങനെ? പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷി ഓഫീസർ, 4 കർഷകർ, ഇത്രയും പേര്. ഈ 4 കർഷകരായി 4 കർഷകർ ഇതിനകത്ത് ഉൾപ്പെടുന്ന സമിതി ഉൾപ്പെടുന്ന 4 കർഷകർ 4 ഗുണ്ടാളാ. കൃഷി എന്താ? ഈ 4 കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുത്തണം, ഒരു സമിതി നിയോഗിക്കണം. അങ്ങനെയാണ് ഈ പറയുന്ന ഡാറ്റാ ബാങ്ക് നോക്കിയിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നത്. ഈ 4 കർഷകർ എന്ന് പറയുന്ന 4 കർഷകരിൽ 2 ഗുണ്ടകളായിരിക്കും, ഒരുത്തൻ ഗുണ്ടയായിരിക്കും, ബാക്കി 3 കർഷകർക്ക് ഈ ഗുണ്ടയെ പേടിയായിരിക്കും. വലിയ കച്ചവടമാണ് ധനുഷ്യ നടക്കുന്നത്. ഭൂമി കച്ചവടം, MDMA-യുടെ കച്ചവടം. MDMA-യുടെ കച്ചവടത്തിനാണ് ഇപ്പം ഒരുത്തനെ ഇറക്കാൻ പറ്റാഞ്ഞത്. ഏതാ നമ്മുടെ ഇവിടെ റൂറൽ ഒരു സ്റ്റേഷനകത്ത് ഞാൻ കഥ പറഞ്ഞായിരുന്നു ധനുഷിന്റെ അടുത്ത്. ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ കച്ചവടം നടത്തി എടുത്ത്, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ബൈപ്പാസിൽ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ MDMA-യുടെ കച്ചവടം നടത്തി. അവനെ പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, അവനെ ജയിലിൽ കൊണ്ടിട്ടു. അവനില്ലാതെ തെളിവെടുപ്പെടുത്തി. അകരിയൊന്നും അവനെ ഇറക്കാൻ പേടി. അവനെ പുറത്തിറക്കാൻ ഇവന്മാർക്ക് പേടി. അവൻ വലിയ വിഷയക്കാരൻ, അവനെ പുറത്തിറക്കാൻ പറ്റുന്നില്ല. അവൻ വലിയ വിഷയക്കാരനും വലിയ പ്രശ്നക്കാരനും. അവനാണ് ഞാൻ പറഞ്ഞ പിണറായിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ചേട്ടനെ എടുത്ത് കിടത്തിയിട്ട് അയാൾ എത്രയും സംഭവിച്ചുള്ളൂ. ഇവൻ അവിടെ പോയി ഒളിച്ചിരുന്നു. അവനിവിടുത്തെ ശില്പയുടെ ആൾക്കാരെ, ശില്പയുടെ സംഘത്തെ, സ്ക്വാഡിനെ നേരെ ബോംബെറിഞ്ഞിട്ട് അവൻ പോയി ഒളിച്ചിരുന്നത് പിണറായിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ
ചേട്ടന്റെ വീട്ടിൽ, പുതിയ വീട്ടിൽ, പണി കിടക്കുന്ന വീട്ടിൽ ചേട്ടൻ വെള്ളം ഒഴിക്കാൻ, പുതിയ കെട്ടിടത്തിൽ വെള്ളം ഒഴിക്കാൻ വന്നപ്പോൾ ചേട്ടൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നു? ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അടുത്ത സ്പോട്ടിൽ ചേട്ടൻ കിടച്ചു. ചേട്ടനെ എടുത്താൽ അവർ കിടത്തി കിട്ടു. എന്തായാലും ഈ തലസ്ഥാനത്ത് ഈ ഗുണ്ടാപ്പക എങ്ങനെ കഴിയുമെന്നറിയില്ല. പോലീസ് കൃത്യമായിട്ട് ഈ ആകൊക്കെ ആവിയായി പോയി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ കണക്ക് ഞാൻ ഇതിപ്പോ പോലീസ് വലിയ നടപടി എടുത്ത് ആഗ് നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. ആഗ് നടത്തിയെന്ന് ആഗ് നടത്തിയപ്പോൾ 8000 പേരെ പിടിച്ചു എന്നാണ് പറയുന്നത്. 2021 കണക്ക്. 2021 ഇവിടുത്തെ ഏറ്റവും വലിയ ആക്രമണം നടത്തിയത്. അത് പറഞ്ഞ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 2021 നവംബർ 1 തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ ശ്രീകണ്ഠേശ്വര സ്വദേശി പ്രദീപിന്, പിന്നെ ശ്രീകണ്ഠേശ്വര സ്വദേശി പ്രദീപിനെയും പിന്നെ സന്തോഷിനെയും വെട്ടി. 1 തീയതി. 11 തീയതി നെടുമങ്ങാട് വലിയമല കോടതിയിൽ സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ പിന്നെ കണ്ണൻ എന്ന് പറയുന്ന പിന്നെ ആളെ പിന്നെ ഗുണ്ടാക്രമണം നടത്തി. പിന്നെ 11 തീയതി സ്വർണ്ണപ്പണയ ബാങ്കിൽ പിന്നെ പൈസ എടുക്കാൻ വന്ന ആളെ ഷംനാദ്, റിയാസ് എന്നിവർ ചേർന്ന് വെട്ടി. ഇത് ഒരു 11, 16, നവംബർ 16, നവംബർ 21 ഗുണ്ടാക്രമണത്തിന് കണക്കാ. നവംബർ 21, നവംബർ 22, നവംബർ 26, നവംബർ 29, ഡിസംബർ 6, ഡിസംബർ 7, ഡിസംബർ 11, ഡിസംബർ 12, 13, 20. വ്യാപകമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഗൂണ്ടാക്രമണങ്ങൾ 2021 2 മാസം ഇവിടെ നടത്തിയവന്മാര്. എന്നിട്ട് ഇപ്പോഴും ഇവർ ഓപ്പറേഷൻ ആകെന്ന് പറഞ്ഞിട്ട് 8000 പേരെ പിടിച്ചു എന്ന് പറയുന്നു. എന്താ, ആരെയാ പിടിച്ചത്? പഴയ ഗുണ്ടകൾ, ഇതെല്ലാം നിർത്തി ഒതുങ്ങി ജീവിക്കുന്നവന്മാരെ. അവന്മാരെ പോയിട്ട് പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്തു. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്രിമിനൽ പോലീസുണ്ട്. പോലീസിനുള്ളിൽ ഇതേ ഗുണ്ടകളുണ്ട്, ഗുണ്ടാ പോലീസുകളിൻ്റെ ഉള്ളിലുണ്ട്. ഇവന്മാരെ ആദ്യം പിടിക്കണം. ഇവന്മാരെ പിടിക്കാതെ ഇതിൻ്റെ വേരറക്കാൻ ഇവിടുത്തെ പോലീസിനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു കാഴ്ച കണ്ടത്. നമ്മുടെ പിന്നെ കൊച്ചിയിൽ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ ആലപ്പുഴയിലെ DYSP പിന്നെ ആഘോഷ പരിപാടിക്ക് കൂടിയതും അവസാനം ഓപ്പറേഷൻ ആകുകൊണ്ടുണ്ടായ ആകെയുള്ള ഗുണം അവിടുത്തെ DYSP പിടിച്ചു എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ ഈ ഗുണ്ടാപ്പക ഇനിയും തുടരും. കൂടുതൽ കഥകൾ നമുക്ക് ബാക്കി പിന്നെ പറയാം.